പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ശ്രദ്ധേയനായ ഇടം പിടിച്ച പ്രവാചകനാണല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിക്ക് 4 ഭാര്യമാരിൽ 12 മക്കളുണ്ടായിരുന്നു. ആ 12 മക്കളിൽ നിന്നാണ് ബനു ഇസ്രായേലർ പരിണമിച്ചു വരുന്നത്. അതിൽ റാഹേൽ എന്ന് പറയുന്ന ഭാര്യയിൽ അദ്ദേഹത്തിനുണ്ടായ 2 മക്കളാണ് യൂസുഫും ബിന്യാമീനും. ബാക്കി 10 മക്കൾ മറ്റു ഭാര്യമാരിലാണ്. യൂസുഫും ബിന്യാമീനും ടിൻസുകളാണ്, ഒരുമിച്ച് പ്രസവിക്കപ്പെട്ട കുട്ടികളാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ല യാക്കൂബ് അലൈഹിസ്സലാമയുടെ 12 മക്കളെ താരതമ്യം ചെയ്യുന്നത് 12 മാസത്തോടാണ്. അള്ളാഹുവിന് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതലേ കാലം 12 മാസമാണ് എന്നും യാക്കൂബ് നബിക്ക് 12 മക്കളുണ്ട് എന്നും അതിൽ യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകൻ യൂസുഫ് ആയിരുന്നു എന്നും ആ യൂസുഫിന്റെ ഇഷ്ടം പോലെ തന്നെ അദ്ദേഹം താരതമ്യം ചെയ്തത് അള്ളാഹുവിന് ഏറ്റവും 12 മാസങ്ങളിൽ ഇഷ്ടം റമദാനിനോടാണ് എന്ന് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് കാണാം. യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ ഇക്കാക്കന്മാരെ അപേക്ഷിച്ച് സൗന്ദര്യമുള്ള ആളായിരുന്നു. ആദം നബിയുടെ പകുതി സൗന്ദര്യം ലഭിച്ച ആളാണ് യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ഭംഗി കണ്ട് നാട്ടിലുണ്ടായിരുന്ന പല സ്ത്രീകളും ആകൃഷ്ടരായി പോയി എന്ന് സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. എത്രത്തോളം മിസ്റിലെ അസീസ് റയ്യാൻ ഇബ്നു വലീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭാര്യ സലീഹ വരെ യൂസുഫിൽ ആകൃഷ്ടനായിട്ടുണ്ട് സൗന്ദര്യം കണ്ടുകൊണ്ട്. ഈ യൂസുഫ് നബിയുടെ സൗന്ദര്യം എത്രയാണോ അതുപോലെ തന്നെ സൗന്ദര്യമുള്ള മാസമാണ് റമദാൻ. അങ്ങനെ ഒരു താരതമ്യം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം കാരണം തന്റെ ഇക്കാക്കമാർക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. യൂസുഫിനോട് ഇക്കാക്കമാർ ചെയ്തത് വഞ്ചനയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് പിതാവായ യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫിലേക്ക് കുറച്ചധികം സ്നേഹം കൊടുത്തപ്പോൾ അത് അസൂയയായി പരിണമിച്ച് 7ാമത്തെ വയസ്സിൽ യൂസുഫിനെ ഗയാബത്തിൽ ജുബ്, ഇട്ടാൽ കാണാത്ത കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഉപ്പയിൽ നിന്ന് പിന്നീട് യൂസുഫ് നബിക്ക് മാറി നിൽക്കേണ്ടി വന്നത് നീണ്ട 63 കൊല്ലാണ്. 7ാം വയസ്സിൽ നഷ്ടപ്പെട്ട യാക്കൂബ് നബിക്ക് തന്റെ മകനെ പിന്നെ കാണുന്നത് യൂസുഫിന് 70 വയസ്സാകുമ്പോഴാണ്. അപ്പൊ 63 കൊല്ലത്തെ ഗ്യാപ്പുണ്ട്. പിന്നീട് മിസ്റിന്റെ രാജാവായി അദ്ദേഹം വാഴുമ്പോൾ മിസ്റിൻ ദേശത്തുണ്ടായ ദാരിദ്ര്യം സഹിക്കവയ്യാതെ സമീപ പ്രദേശങ്ങളിൽപ്പെട്ട ഷാമിലെ കനാൻ ദേശക്കാരൊക്കെ ധാന്യമണികൾ തേടി മിസ്റിലേക്ക് വരുമ്പോൾ അന്ന് മിസ്റിന്റെ മണ്ണിന്റെ ഖജാനകരുടെ അധികാരി യൂസുഫാണ് എന്ന്, അല്ലെങ്കിൽ യൂസുഫ് ഈ ഭൂമിയുടെ തൊലിക്ക് പുറത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വരെ ഇക്കാക്കന്മാർക്ക് അറിയില്ല. അവർ ധാന്യം തേടി മിസ്റിൽ വന്നു. യൂസുഫ് നബിക്ക് അവരെ മനസ്സിലായി, അവർക്ക് യൂസുഫിന് മനസ്സിലായില്ല എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ കൂടി അവർ വരുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ യൂസുഫാണ് എന്ന് പരിചയപ്പെടുത്തുന്നതും അവർ സുജൂദിൽ വീഴുന്നതും. യൂസുഫ് നബി പറഞ്ഞു, നിങ്ങളുടെ മേൽ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. എന്തിന്റെ പേരിൽ എന്ന് പോലും അദ്ദേഹം പരാമർശിച്ചില്ല. അതാണ് യൂസുഫ് അലൈഹിസ്സലാം. അന്നെന്നെ കിണറ്റിലെറിഞ്ഞതിന്റെ പേരിൽ അതൊന്നും പറഞ്ഞില്ല. അതേ ആയത്തിലാണ് അള്ളാഹ് പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. യൂസുഫ് നബി കാരണം ഇക്കാക്കമാർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തു. റമദാൻ കാരണം മറ്റു മാസങ്ങളിലെ
പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്നൊരു താരതമ്യ പഠനം ഇബ്നുൽ ജൗസി നടത്തുന്നുണ്ട്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം കുടുംബമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് ഞാൻ ചക്കരക്കല്ലിലേക്ക് പോരുമ്പോൾ, കാസർഗോഡ് നിന്ന് വരുമ്പോൾ ദുഃഖകരമായൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്നും അങ്ങനെ തന്നെയാണ്, ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. 14 വയസ്സുകാരിയായ ഒരു കുട്ടിയെ 17 വയസ്സുകാരൻ കൊന്ന വാർത്ത ഇന്നലെ കേട്ടു. തിരക്കുള്ള ബസ്സിൽ ഒരുത്തം കയറിയപ്പോ ഏതൊരു പെണ്ണിനെ ചാരിയല്ലോ, ഓളത് വീഡിയോ എടുത്തിട്ട് അതിശക്തമായി യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും പബ്ലിക്കാക്കി. 38 വയസ്സുകാരനായ ആ യുവാവ് അഭിമാനം നഷ്ടപ്പെട്ട് സൂയിസൈഡ് ചെയ്ത വാർത്ത നമ്മൾ വായിച്ചു. പറക്കം പറ്റാത്തൊരു കുട്ടിയുണ്ട്, യുവതിയായൊരു ഭാര്യയുണ്ട് അദ്ദേഹത്തിന്. പല രൂപത്തിലാണ് മരണങ്ങൾ. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്നാണ് കേരളത്തിൽ അറിയപ്പെട്ടൊരു കവി മരണത്തെ നിർവചിച്ചത്. ഞാനിത് പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മരണം നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. കെയ്യിസ് ബുദ്ധിമാൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ മരണത്തിന് വേണ്ടി ധാരാളം ഒരുങ്ങിയവൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളെയും സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണേ എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരണം പറഞ്ഞ് പേടിപ്പിച്ച മതമല്ല ഇസ്ലാം. അതിനുവേണ്ടി നന്നായി ഒരുങ്ങുകയും ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എപ്പോഴാ ബെല്ല് മുഴങ്ങുക എന്ന് പറയാൻ പറ്റില്ല. തന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം ഡിവൈഡറിൽ ഇടിച്ചു മറിയുമ്പോൾ, അബുദാബിയിലെ ചീറിപ്പാഞ്ഞു പോകുന്ന റോട്ടിലെ ഡിവൈഡറിൽ ഇടിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 4 മക്കൾ മരിക്കുമ്പോൾ മലപ്പുറം ജില്ലക്കാരനായ ആ സഹോദരൻ ഓർത്തിട്ടുണ്ടാകില്ല, എന്റെ മക്കളുടെ കൂടെയുള്ള അവസാന യാത്രയാണ് ഇത് എന്ന്. ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ജഅല ലഹു ബിഹാ ഹാജ, ഒരടിമയെ എവിടെയെങ്കിലും വെച്ച് പിടിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ, ചക്കരക്കല്ലിലാണോ, എനിക്ക് അല്ലാഹു ഇവിടെ ഒരു ആവശ്യം തന്നിരിക്കും. എന്നും പണ്ടുമില്ലാത്തൊരു മോഹം, UAE ഒന്ന് പോകണം, മരിക്കാൻ കൊണ്ടുപോയിരിക്കും ചിലപ്പോ. എൻ്റെ നാട്ടില് ഒരു ചെറിയ പള്ളിയില്, നിസ്കാര പള്ളിയാണ്, അതിലൊരു മുഅദ്ദിനാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിന് കിട്ടിയ ചെറിയ വേതനം നീക്കിവെച്ച് ഒരു ഉംറക്ക് പോയി തന്റെ ഇണയെയും കൂട്ടി തവാഫിൽ ഇഹ്റാമിന്റെ ഡ്രസ്സിൽ അദ്ദേഹം തവാഫ് ചെയ്യുമ്പോഴാണ് തളർന്നു വീണ് മരണപ്പെടുന്നത്. മരണവാർത്ത കേട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുപോയി, അല്ലാഹുവേ മരിക്കാൻ വേണ്ടി നീ അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയോ എന്ന്. ജീവിതം അങ്ങനെയാണ്. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടക്കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും കല്ലിളക്കി മറിക്കാതെ, അതിനെ ഡാമേജുകൾ വരുത്താതെ, ഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ, ഒരു മൈക്രോ സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിന്റെ മുഖറബികളായ മലക്കുകൾ അത് നമ്മിൽ നടപ്പിലാക്കും. അതിനു മുന്നേ അതിശക്തമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയേണ്ടതുണ്ട്. എന്ത്? ആമൻതു ബില്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിൽ അതിശക്തമായി വിശ്വസിച്ചവനാണ്. എല്ലാ രംഗത്തും എൻ്റെ റബ്ബ് എനിക്ക് മതമായി തന്ന എന്തെല്ലാം ഉണ്ടോ, ഇത്തഖുല്ലാഹ മസ്തതഅതും, പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഓർമ്മ വരും ഇത് കേൾക്കുമ്പോൾ.
ജയിലിൽ കിടന്നു. വിശുദ്ധ ഖുർആൻ മഖ്ലൂഖല്ല, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് വാദിച്ചതിന്റെ പേരിൽ വലിയ അപകടങ്ങൾ ആ പണ്ഡിത വരേണ്യർ മുമ്പിൽ കണ്ടതുകൊണ്ട് ആ പുത്തൻവാദത്തെ, ബിദ്അത്തിനെ അദ്ദേഹം എതിർത്തതിന്റെ പേരിൽ അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തെ ജയിലിലടച്ചു. അടികിട്ടും. ഈ വാദം തിരുത്താൻ വേണ്ടിയിട്ടെന്നും പറയും അദ്ദേഹത്തോട്. വേദന കൊണ്ട് പൊളയുന്ന ദിനങ്ങളിലും വെള്ളിയാഴ്ച ദിനമായാൽ അദ്ദേഹം കുളിക്കും, ജയിലിനുള്ളിന്ന് ഉള്ളതിൽ നല്ല ഡ്രസ് ഇടും, അത്തർ പുരട്ടും, എന്നിട്ട് നേരത്തെ വെള്ളിയാഴ്ച പുറപ്പെടും ജയിലിന്റെ പ്രധാന കവാടം വരെ. ഇതിങ്ങനെ ഇടക്കിടക്ക് കണ്ടപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ഇമാം അഹ്മദ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ പള്ളിയിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റും? നിങ്ങൾ ജയിലിലല്ലേ. എനിക്ക് ജുമായുടെ നെയ്യത്ത് വെച്ച് കുളിക്കാൻ പറ്റും, ഡ്രസ് ഇടാൻ പറ്റും, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റും, എത്രയാണോ നടന്നു പോകാൻ പറ്റുക അതുവരെ പോകാൻ പറ്റും. അതാണ് ഇത്തഖുല്ലാഹ മസ്തതഅതും. പിന്നെ പ്രധാന കവാടത്തിന്റെ അപ്പുറത്തേക്ക് എന്നെ വിടുന്നുണ്ടോ അല്ലേ, അത് ഞാനും എന്റെ റബ്ബും തമ്മിൽ ഇടപാടല്ല, അത് എന്നെ ഇവിടെ പൂട്ടിയിട്ട ആളുകൂടെ അല്ല ചോദിച്ചോളും. ഈ ഒരു തഖ്വ ചക്കരക്കല്ല് സലഫി മസ്ജിദിന്റെ ഉള്ളിലിരിക്കുന്ന നമുക്കൊക്കെ ഉണ്ടാകണം. ജീവിതം കുട്ടിക്കളിയല്ല. 42 കൊല്ലം എത്രത്തോളം ചോദിച്ചാൽ ഈ ഡയലോഗൊക്കെ ചിലപ്പോൾ നമ്മുടെ രോമം അങ്ങനെ എണീപ്പിച്ചു നിർത്തും. നിന്റെ മൂത്താപ്പയായ എന്റെ ശരീരത്തിൽ മണ്ണ് പുരളാതെ നിന്നെ ഒരുത്തനും ഈ മക്കയിൽ തൊടില്ല എന്ന് പറഞ്ഞ ആളാണ് അബൂ ത്വാലിബ്. പക്ക മുശ്രിക്കാണ്, അബൂജഹലിന്റെ അതേ ആദർശക്കാരനാണ്. ആ അബൂ ത്വാലിബിന് അള്ള കൊടുക്കാത്ത സന്മാർഗം ഒന്നുമല്ലാത്ത നമ്മുടെ കൈകളിൽ അള്ള വെച്ച് തന്നത് എന്തിനാണ്? ഇതുകൊണ്ട് പന്താടാനാണോ? ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും ഒരു ആത്മപരിശോധന. ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ ആരുടെയെങ്കിലും മുമ്പിൽ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊരു ചിന്ത നമുക്ക് വേണം. ഖുർആനില് ഒരായത്തിൽ 2 സ്ഥലത്ത് ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ ആയത്ത് ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. 2 സ്ഥലത്താണ് അല്ലാഹ് പറഞ്ഞത്. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ഇബ്നു കസീർ പറഞ്ഞത്, നാളേക്ക് വേണ്ടി എന്തുണ്ട് നിങ്ങളെ കൈകളിൽ എന്നാണ് അള്ളാന്റെ ചോദ്യം. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഹാസിബു ഖബല അൻ തുഹാസബു. ഉമർ ബിൻ ഖത്താബിന്റെ വാക്ക് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചത്. ഒറ്റക്കിരിക്കുക, തിന്മ ചെയ്യാനല്ല, തന്റെ നാളെയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ. ഉമർ തങ്ങൾ പറയാണ്, മനസ്സിന്റെ ഉള്ളിൽ ഒരു കോടതിക്കൂട് പണിത്, കണ്ണടച്ച് പിടിച്ചൊരു കോടതിക്കൂട് പണിത് അതിലേക്ക് നിങ്ങളെ തന്നെ കയറ്റി നിർത്തിയിട്ട് നിങ്ങളോട് ദയാദാക്ഷിണ്യമില്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ജീവിതം എങ്ങോട്ടാണ്? എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്റെ റബ്ബിനോട് ചോദിക്കാതെ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഈ പാർട്സുകൾ എനിക്ക് തന്നത് എന്തിനാണ്? നമ്മളൊക്കെ അദ്കാറുകളിൽ രാവിലെ പറയുന്നത് എന്താണ്? വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. എന്റെ കണ്ണടച്ച് തുറക്കുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ദുർബലത എന്നും ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം മനസ്സിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ആത്മവിചാരണ ഉണ്ടാകുന്നിടത്താണ് എവിടെയൊക്കെ അപാകതകളുണ്ടോ അവിടെയൊക്കെ പേച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ സാമൂഹ്യ ജീവിയാണ്. 23-ാമത്തെ വയസ്സിലാണ് തിരക്ക് പിടിച്ച ഉക്കാലയിൽ ചെന്നുകൊണ്ട് പാവപ്പെട്ട ദൈനംദിന ജീവിതത്തിന് വേണ്ടി വല്ലതും സമ്പാദിക്കാൻ വിരിവിരിച്ച് പ്രൊഡക്റ്റുകൾ നിരത്തി വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരു പാവപ്പെട്ടവന്റെ ഗളച്ഛേദം നടത്തിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പൈസ ചോദിച്ചത് കൊടുത്തില്ലല്ലോ, അന്ന് മുസ്ലിം അല്ല. ആ മരിച്ച മനുഷ്യന്റെ വലത് കൈയിലുണ്ടായിരുന്ന ചെറുവിരൽ തന്റെ വാള് കൊണ്ട് അറുത്തെടുത്ത് ഒരു മുള്ളിൽ കോർത്ത് അതൊരു മാലയിൽ ലോക്കറ്റാക്കിയിട്ട് നെഞ്ചത്ത് തൂക്കിയിട്ട ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ അടപടലം മാറ്റിമറിച്ച മഹാവിശുദ്ധ വേദഗ്രന്ഥമാണ് ഖുർആൻ.
ആ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായി എന്നുള്ളത് എത്ര ശുക്രിന്റെ സുജൂദ് ചെയ്താലും മതിയാകില്ല. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. വിശ്വാസികളെ എന്ന് മാത്രമല്ല, ജനസമൂഹത്തെ മുഴുവൻ വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്ന് ഒരു സതുപദേശം വന്നിരിക്കുന്നു. ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ എന്നാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള ശമനമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ ശാദ്വല തീരങ്ങളിൽ ചെന്ന് നിന്ന ഒരാളും അതിന്റെ കുളിർക്കാറ്റ് അനുഭവിച്ച് സമാധാനമടയാതെ തിരിച്ചു പോന്നിട്ടില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ. ഏതൊരു ജനസമൂഹവും വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും തലസ്ഥാനത്ത് നിന്ന് പിഴുതുമാറ്റി മറ്റൊരു സംസ്കാരത്തെ, വിശ്വാസത്തെ വെച്ച് പിടിപ്പിക്കാൻ ചുരുങ്ങിയത് 100 കൊല്ലം വേണ്ടിവരുമെന്നാണ് പഠനവിധേയമാക്കിയ ചിന്താകാരൻ, എഴുത്തുകാരൻ ഗുസ്താവ് ലെ ബോൺ അറബ് സംസ്കാരം എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രവാചകനെ കുറിച്ച് മദ്ഹ് പറഞ്ഞത്. മുസ്ലിമല്ല. ഏതൊരു സമൂഹം വിശ്വസിക്കുന്ന വിശ്വാസം ആചാരങ്ങളെ തലസ്ഥാനത്ത് നിന്ന് പിഴുതു മാറ്റിയിട്ട് മറ്റൊരു വിശ്വാസത്തെ നട്ടുപിടിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 100 കൊല്ലമെങ്കിലും വേണം, ഒരു നൂറ്റാണ്ട് വേണം. പക്ഷേ മക്കയിലേക്ക് പ്രവാചകനായി വന്ന പ്രൊഫറ്റ് മുഹമ്മദിന് വേണ്ടി വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 23 കൊല്ലാണെന്നാണ്. എന്തേ കാരണം? വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഒരു പർവ്വതത്തിന്റെ മണ്ടയിലായിരുന്നെങ്കിൽ ആ പർവ്വതം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥഗാംഭീര്യങ്ങൾ കൊണ്ട് തരിപ്പണമായി പോകുന്ന നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അത്രമേൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിവുള്ള ഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞത്. നമ്മുടെ ഉമ്മയാണ്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ഒരു കുടുംബനാഥൻ, ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ഒരു അയൽവാസി, തന്റെ വീടിന്റെ മുന്നിലേക്ക് എന്നും ചവറ് വാരി എറിയുന്ന, രാവിലെ എണീറ്റ് വന്നാൽ തന്റെ വീടിന്റെ മുറ്റം ടോട്ടലി വൃത്തികേടാക്കുന്ന അയൽവാസികളായിരുന്നു നബിയുടെ പിതൃവ്യനായ അബൂലഹബും ഭാര്യ ഉമ്മു ജമീലും. ഒരിക്കൽ ചോദിച്ചു പോയി, ജനാലകൾക്കുള്ളിലൂടെ പ്രവാചകൻ വന്ന് ആ വേസ്റ്റിൽ ചവിട്ടുമ്പോ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി, അതിലൊരു നിർവൃതി അനുഭവിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും വീടിന്റെ ഉള്ളിൽ കൂടി നോക്കി ചിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇങ്ങനെയാണോ അയൽവാസികൾ? അല്ലേ? ജീവിതത്തിൽ ഇത്ര നല്ല സ്വഭാവം കാഴ്ചവെച്ച ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. സഹാബത്ത് പറയാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. എന്താ പറയുന്നത്? ഞങ്ങൾ പ്രവാചകന്റെ കൂടെ കുറച്ചു നേരം ഇരുന്ന് പിരിഞ്ഞു പോയാൽ ഞങ്ങളുടെ മനസ്സിന്റെ ക്യാൻവാസുകളിൽ ഞങ്ങൾക്ക് തോന്നും, എന്ത്? ഈ മക്കയുടെ മദീനയുടെ മണ്ണിൽ മുത്തനബിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഞങ്ങളോടാണോ, എന്നോടാണോ എന്നുള്ള ചിന്ത പകർന്നു നൽകിയിട്ടാണ് തിരിഞ്ഞു പോവുക. സലഫികളെ, മുസ്ലിമീങ്ങളെ, നമ്മുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയാകണം. അതിനാദ്യം എന്ത് വേണമെന്നറിയങ്ങള്? വ്യക്തിവിശുദ്ധി അനിവാര്യമാണ്. ഞാൻ എന്നോടാണ് ആദ്യം പറയുന്നത്, അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ബാധകമുള്ളൂ. അള്ളാഹു പറയുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള ഈമാനിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ മാരിബിസ്കരിച്ചു. എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ഒരു വലിയ തിന്മക്ക് അഡിക്റ്റാണ്, തിന്മ ചെയ്യുന്നവനാണ്. ഇന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രമേൽ പ്രൈവറ്റ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അധാർമികതകൾ, പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ യുഗത്തിൽ. പണ്ട് കാലങ്ങളിൽ അറിയപ്പെടുന്ന ലഹരി കച്ചവടക്കാരെ അല്ലെങ്കിൽ അവിഹിതങ്ങളെ കൊണ്ടു നടക്കുന്നവരെ അറിയാമായിരുന്നു. ഇന്ന് പെട്ടെന്നൊന്നും പിടിക്കാൻ കിട്ടൂല. അത്രമേൽ പ്രയാസമുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പരീക്ഷണം തന്നെയാണ് ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിമിന്റെ ജീവിതം. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഓലമേഞ്ഞ മദീന പള്ളിയുടെ ഉള്ളിലിരുന്ന് കാരുണ്യച്ചന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ഉമ്മത്തിന് ഒരു കാലം വരാനുണ്ട് എന്നാണ്.
ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത തീക്കട്ട അവന്റെ കൈവെള്ളയുടെ ഉള്ളിൽ മുറുക്കി പിടിച്ചവന്റെ ഉപമയാണ്. അതായത് തീക്കട്ട കയ്യിൽ വെച്ചവനെ പോലെ എന്നല്ല പറഞ്ഞത്, മുറുക്കി പിടിച്ചവന്റെ ഉപമയാണെന്ന് പറഞ്ഞത്. അതൊന്നുകൂടി റിസ്ക്കാണ് ഈ പിടുത്തം. ദീനനുസരിച്ച് ജീവിക്കാൻ ഏറെ പ്രയാസമുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിലൂടെയാണ് ഒരു സ്വന്തം വിശുദ്ധി നേടിയെടുത്ത് നല്ല ജിഹാദ് നടത്തി സ്വന്തം മനസ്സിനെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ, സ്വന്തം ഇച്ഛകളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തി റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഭയത്തോടു കൂടി ജീവിക്കുന്നവൻ ആരാണോ അവൻ അല്ലാഹു 2 സ്വർഗം നൽകുമെന്നാണ്. അതിന്റെ തഫ്സീർ വായിച്ചു നോക്കൂ നിങ്ങൾ. 2 സ്വർഗം എന്ന് പറഞ്ഞ എന്താ? ഒന്ന്, ഖബറിൽ അവൻ വിജയിച്ചവനാണ് എന്നാണ്. പിന്നീട് ഉയർത്തിയെഴുന്നേൽപ്പിന്റെ ദിനത്തിലും അവൻ വിജയിച്ചവനാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടപ്പോ, നരകം സൃഷ്ടിക്കപ്പെട്ടപ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആ മലക്കിനോട് അള്ളാഹു പറഞ്ഞു, ജിബ്രീൽ സ്വർഗം ഒന്ന് കണ്ടുവരൂ. സ്വർഗം 600 ചിറകുകളാൽ വിരിച്ചു പറത്തി ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം കണ്ടുവന്നപ്പോ റബ്ബിനോട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, റബ്ബേ, സ്വർഗം എന്താണ് എന്ന് മനസ്സിന്റെ ഉള്ളിൽ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കൽ പോലും ആ സ്വർഗത്തെ വിട്ടുപോകാൻ ആഗ്രഹിക്കില്ല. കാരണം ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, നിരർത്ഥകമായൊരു വാക്കോ കുത്തുവാക്കുകളോ കേൾക്കാത്ത, ഇന്നെന്താ കേൾക്കുള്ളൂ? ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക്കൽ ജന്ന, അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? ആ സ്വർഗത്തെ കുറിച്ച് പറയണത് വിട്ടുപോകാൻ ആഗ്രഹിക്കില്ല. ആ സ്വർഗം വലയം ചെയ്യപ്പെട്ടത്, രണ്ടാമത് പറഞ്ഞതാണ്, ആ സ്വർഗം വലയം ചെയ്യപ്പെട്ടത് മക്കാരിഹുകൾ കൊണ്ടാണ്. മക്കാരി, കുറെ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കുറെ കാര്യങ്ങൾ, താൻ ചോര നീരാക്കി പ്രവാസിയായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കടയിൽ ഇങ്ങനെ ഇടങ്ങേറായി ഇരുന്ന് കച്ചവടം ചെയ്തുണ്ടാക്കിയ പൈസ ഒരു ക്യാൻസർ രോഗിന്റെ കൈക്ക് ഒരു അത്യാവശ്യം എമൗണ്ട് വെച്ചു കൊടുക്കുമ്പോ, ഒരു പള്ളി ഫണ്ടക്ക് കൊടുക്കുമ്പോ, അള്ളാന്റെ മാർഗത്ത് കൊടുക്കണമെങ്കിൽ നല്ല പ്രയാസമാണ്. ഇത്തരത്തിലുള്ള കുറെ ഭാരമേറിയ കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സുബഹി സ്വലയുടെ ബാങ്ക് മുഴങ്ങുന്നതിന് മുന്നേ തടുത്ത വെള്ളത്തിൽ ഉദവെടുത്ത് മുസല്ല വിരിച്ച് റബ്ബ് 1-ാം ആകാശത്തുണ്ടാകുന്ന സമയത്ത് റബ്ബുമായി നടത്തുന്ന മുനാജാത്താണ് തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കരിക്കണേ നല്ല ഈമാമാണ്, അല്ലേ? ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് ദഅവത്ത്. ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മേലെ ഒരു മുസ്ലിം ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനമാണ്, ഭാരമേറിയ പണിയാണ് ദഅവത്ത്. ഇതിങ്ങനെയുള്ള കുറെ നന്മ കൊണ്ട് സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്.